നമ്മൾ ഇന്ന് വിക്ടേഴ്സിന്റെ 32ാമത്തെ ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ലാസ്റ്റത്തെ ക്ലാസ് ആണിത്. ലാസ്റ്റ് പോർഷൻ പൊട്ടൻഷ്യോമീറ്റർ ആണ്. എന്താണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മീറ്റർ എന്നുള്ളത് കൊണ്ട് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത് പൊട്ടൻഷ്യോമീറ്റർ. അത് ഒരു വോൾട്ടേജ് ഡിവൈഡർ അറേഞ്ച്മെന്റ് ആണ്. എന്ന് വെച്ചാൽ എന്താണെന്ന് ഇപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണും. അതിൻ്റെ മുകളിൽ ഒരു യൂണിഫോം വയറുണ്ട്. അതായത് ഒരു വലിയ 10 മീറ്ററുള്ള ഒരു യൂണിഫോം വയർ നീട്ടി വലിച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസാണ് ഈ പൊട്ടൻഷ്യോമീറ്റർ. എന്താണ് യൂണിഫോം വയർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഒരു കോൺസ്റ്റന്റ് ആണ്. ത്രൂ ഔട്ട് ദ ലെങ്ത് റെസിസ്റ്റൻസ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ പൊട്ടൻഷ്യോമീറ്ററിന് അക്രോസ് ഒരു സെല്ലും ഒരു റിയോസ്റ്റാറ്റും. എല്ലായ്പ്പോഴും ഈ പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ ഇതാണ് ഇതിന്റെ പ്രൈമറി സർക്യൂട്ട്. ഒരു സെല്ലും ഒരു റിയോസ്റ്റാറ്റും ഉണ്ടാകും. ഈ സെല്ലിൽ നമുക്കറിയാം ഒരു പൊട്ടൻഷ്യൽ ഗിവിംഗ് ഡിവൈസ് ആണ് ഈ സെൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ 3 പോയിന്റുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എ തൊട്ട് ബി വരെയാണ് 10 മീറ്ററുള്ള യൂണിഫോം വയർ എന്ന് പറയുന്നത്. അതിൽ എ തൊട്ടിട്ട് ആദ്യമുള്ള പോയിന്റിൽ the potential difference between the point A and the first point അത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്കൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുമല്ലോ. അതിനുശേഷം നമ്മൾ അടുത്ത പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എയും അടുത്ത പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുക. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എയും മൂന്നാമത്തെ പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും മെഷർ ചെയ്യാം. അപ്പം നമുക്ക് 3 റീഡിംഗ് കിട്ടും. ഈ 3 റീഡിങ്ങും നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത് എന്ന് വെച്ചാൽ ആ റീഡിങ് ഈ ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് കാണുന്നത്. ആയിരിക്കുമല്ലോ. എന്താ കാരണം? ഇതൊരു വയറല്ലേ, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ പൊട്ടൻഷ്യൽ ഈ സെല്ലിൽ നിന്ന് വരുന്ന ഈ വോൾട്ടേജ് ഇതിലൂടെ ഒഴുകുമ്പോൾ റെസിസ്റ്റൻസ് ആദ്യം ലെങ്ത് ചെറുതാണ്. അപ്പൊ ചെറിയ റെസിസ്റ്റൻസേ ഉള്ളൂ, ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. പിന്നെ ലെങ്ത് കൂടി, അപ്പൊ കൂടുതൽ റെസിസ്റ്റൻസ് ആയി, കൂടുതൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാകും. വീണ്ടും ലെങ്ത് കൂട്ടി, വീണ്ടും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കൂടും. അപ്പൊ ഈ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കൂടുന്നു എന്ന് നമുക്ക് കാണാം. അതാണ് ഈ എഴുതിയിട്ടുള്ള സെന്റൻസ്. E1 ആദ്യത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈസ് പ്രൊപ്പോർഷണൽ ടു L1, E2 ഈസ് പ്രൊപ്പോർഷണൽ ടു L2, E3 ഈസ് പ്രൊപ്പോർഷണൽ ടു L3. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. E ഈസ് പ്രൊപ്പോർഷണൽ ടു L. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാനുള്ളൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിലൊരു 10 മീറ്റർ യൂണിഫോം വയറാണ് പാരറ്റസിൽ ഉണ്ടാവുക. ഒരു സെല്ലും ഒരു റിയോസ്റ്റാറ്റും അതിനോട് കണക്റ്റഡ് ആയിരിക്കും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലെങ്ത്, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത്. നമുക്ക് കാണാം. ഇപ്പൊ കുറെ സംശയങ്ങൾ നമുക്ക് ഉണ്ടാവും. ഇനി അടുത്തടുത്ത് നമ്മൾ കുറച്ച് ഇതും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ കുറയും. ഇതാണ് പൊട്ടൻഷ്യോമീറ്റർ. ഞാൻ പറഞ്ഞില്ലേ 10 മീറ്റർ ഉള്ള ഒരു നേരത്തെ മീറ്റർ ബ്രിഡ്ജ് നമ്മൾ കണ്ടിരുന്നു. 1 മീറ്റർ ആയിരുന്നു അതിന്റെ ആ കോപ്പർ വയറിന്റെ നീളം, നിക്രോം വയറിന്റെ നീളം. അപ്പൊ ഇവിടെ നോക്കൂ, 1 മീറ്റർ ഉള്ള 10 വയറുകൾ കണ്ടോ. 1 2 3 4 5 6 7 8 9 10 വയറുകൾ ഒരു വുഡൻ പ്ലാങ്കിന്റെ മുകളിൽ ക്ലാമ്പ് ചെയ്തിരിക്കുകയാണ്. ഇത്തരം ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ എന്ന് വിളിക്കുക. എയിൽ നിന്ന് തുടങ്ങി ഇത് അവിടെ വന്നു, ഇവിടെ നിന്ന് പിന്നെ ഇങ്ങനെയാണ്, പിന്നെ ഇങ്ങനെ പോയി, ഇവിടെ ഇങ്ങോട്ട് താഴും, ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് 10 വയറുകൾ, ഓരോ മീറ്ററുള്ള 10 വയറുകൾ. അപ്പോൾ ടോട്ടൽ 10 മീറ്റർ ഒരു വുഡൻ ഫ്ലാങ്കിന്റെ മുകളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതിനുള്ള ഒരു ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ എന്ന് വിളിക്കുന്നത്. അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? മെഷർ EMF ഓഫ് എ സെൽ. ഒരു സെല്ലിന്റെ EMF മെഷർ ചെയ്യാൻ വിത്തൗട്ട് ഡ്രോയിങ് എനി കറണ്ട് ഫ്രം ദി സെൽ. എന്താണ് ആ സെന്റൻസിന്റെ അർത്ഥം? നമ്മൾ സാധാരണയായിട്ട് ഒരു സെല്ല്, ഒരു ബാറ്ററിയുടെ EMF മെഷർ ചെയ്യാൻ നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ ആണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്ററും ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. വോൾട്ട് മീറ്റർ ഉപയോഗിക്കുമ്പോൾ ഈ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നതിൽ നമ്മൾ ഗാൽവനോമീറ്ററിൽ കണ്ടതുപോലെ ഒരു നീഡിലാണ് ഉണ്ടാവുക. അപ്പൊ ആ നീഡിലിന് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ കറണ്ട് ആവശ്യമുണ്ട്. അപ്പൊ ആ കറണ്ട് ഈ വോൾട്ട് മീറ്റർ ഏതിൽ നിന്ന് എടുക്കും? ഈ ബാറ്ററിയിൽ നിന്നാണ് എടുക്കുക. അതുകൊണ്ട് ഈ വോൾട്ട് മീറ്റർ എപ്പോഴും ചെറിയൊരു പൊട്ടൻഷ്യൽ കുറവ് കാണിക്കും. ആർക്ക്?
ബാറ്ററിക്ക്. 5 വോൾട്ടുള്ള ബാറ്ററി ആണെങ്കിൽ 5 വോൾട്ട് കാണിക്കില്ല, കുറച്ച് കുറവാണ് കാണിക്കുക. കാരണം ഈ വോൾട്ട് മീറ്റർ വർക്ക് ചെയ്യാനുള്ള കറണ്ടും കൂടി വോൾട്ട് മീറ്റർ എന്തെന്നെടുക്കും, ബാറ്ററിന്ന് എടുക്കും. പക്ഷെ പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ കണ്ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ലെങ്ത്തിന്റെ മുകളിൽ ബേസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിനവിടെ ഒരു നീഡിലും വർക്ക് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യോമീറ്റർ ഒരു കറണ്ടും ആ സെല്ലിൽ നിന്ന് വലിച്ചെടുക്കാതെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യോമീറ്റർ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ആ സെല്ലിന്റെ EMFനെ കാണിച്ച് തരും. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഈ സെന്റൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് ആണ്. പൊട്ടൻഷ്യോമീറ്റർ ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ EMF ഓഫ് എ സെൽ വിത്തൗട്ട് ഡ്രോയിങ് എനി കറണ്ട് ഫ്രം ദ സെൽ. ആ കറണ്ട് സെല്ലിൽ നിന്ന് ഒരു കറണ്ടും പൊട്ടൻഷ്യോമീറ്റർ വലിച്ചെടുക്കില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയ EMF വാല്യൂ നമുക്ക് സെല്ലിന്റെ EMF വാല്യൂ നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് കാണാം. വോൾട്ട് മീറ്ററിനേക്കാളും നല്ല ഒരു വാല്യൂ കിട്ടും. എന്താണ് ഒരു പൊട്ടൻഷ്യോമീറ്റർ എന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്? കണ്ടോ, യൂണിഫോം വയറാണ്, റെസിസ്റ്റൻസ് ഉള്ള വയറാണ്. ഒരു വുഡൻ ബോർഡിൽ പ്ലാങ്ക് ചെയ്തിട്ടുണ്ടാവും, 6 മാനറിൽ. എന്ന് വെച്ചാൽ എന്താ, എയിൽ നിന്ന് തുടങ്ങി ദൈ എൻഡിലെത്തി. അവിടെ നിന്ന് താഴേക്കാണ് പോകുന്നത്, പിന്നെ അടുത്ത എൻഡിലേക്ക്, പിന്നെ താഴേക്ക്, പിന്നെ അടുത്ത എൻഡിലേക്ക്, പിന്നെ താഴേക്ക്, അടുത്ത എൻഡിലേക്ക്, അങ്ങനെ സെഡ് എന്ന് എഴുതിയ പോലെ അതാണ് 6 മാനർ. എന്നിട്ട് ബിയിൽ വന്നിട്ട് അവസാനിക്കും. 10 മീറ്റർ ലെങ്ത് ആണ് സാധാരണയായിട്ട് ഉണ്ടാവുക. നമ്മളൊരു ജോക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞാൽ മെറ്റൽ സ്ട്രിപ്പ് അറ്റത്തുള്ള ഒരു പെണ്ണ് പോലെയുള്ള ഒരു ഇൻസ്ട്രുമെന്റാണ് നമ്മൾ ജോക്കി എന്ന് വിളിക്കുക. അതാണ് നമ്മൾ ഈ വയറിന് മുകളിലൂടെ സ്ലൈഡ് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ നോട്ട് ചെയ്യുക. ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ തന്നെ തിക്ക് മെറ്റൽ സ്ട്രിപ്പ് കൊണ്ടാണ് കണ്ടത്. ഈ ഓരോ സൈഡിലും നിങ്ങൾക്ക് കാണാം തിക്ക് മെറ്റൽ സ്ട്രിപ്പ് ആണ്. അതിന്റെ കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് തിക്ക് മെറ്റൽ സ്ട്രിപ്പ് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ വെച്ചിട്ടുള്ള മെറ്റൽ സ്ട്രിപ്പിന്റെ റെസിസ്റ്റൻസും കൂടി ഇതിലേക്ക് വരും എന്നുള്ളത് കൊണ്ടാണ് തിക്ക് മെറ്റൽ സ്ട്രിപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് അത്രയും കുറയും. അപ്പോൾ ഈ വയറിന്റെ മാത്രം റെസിസ്റ്റൻസേ എഫക്റ്റ് ചെയ്യുള്ളൂ. ഇനി എല്ലായ്പ്പോഴും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിത്രമാണ്. എല്ലായ്പ്പോഴും ഇതാ പൊട്ടൻഷ്യോമീറ്ററിലെ എയും ബിയും നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, അതിൽ 10 എണ്ണം വരയ്ക്കണം. അപ്പോൾ നമ്മൾ സാധാരണ 10 എണ്ണം ഒന്നും വരയ്ക്കില്ല. കണ്ടോ, ഇവിടെ ആകെ 2 എണ്ണേ വരച്ചിട്ടുള്ളൂ. 1 2 3 4 എണ്ണേ വരച്ചിട്ടുള്ളൂ. നിങ്ങൾ ചിത്രം വരയ്ക്കുമ്പോൾ ഇത്രയും വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. എയിൽ നിന്ന് കണ്ടോ ഒരു സെല്ലിന്റെ പോസിറ്റീവിലേക്കാണ് എനെ കണക്ട് ചെയ്തിട്ടുള്ളത്, നെഗറ്റീവിനെ റിയോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. റിയോസ്റ്റാറ്റിന്റെ മുകൾ ഭാഗത്തിനെ കീയിലേക്കും കീയെ ബിയിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും പാർട്ട് ഒരു പൊട്ടൻഷ്യോമീറ്ററിൽ ഏത് എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുകയാണെങ്കിലും അത്യാവശ്യമായിട്ടുള്ള ഒരു മാറ്റവും ഇല്ലാത്ത പാർട്ടാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പൊട്ടൻഷ്യോമീറ്ററിനെ ക്രോസ് ആയിട്ട് ഒരു സെല്ലും ഒരു റിയോസ്റ്റാറ്റും എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്ന്. ഈ ഒരു പാർട്ടിനെ, ഈ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ പ്രൈമറി സർക്യൂട്ട് എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ഈ ചിത്രം തന്നിട്ട് ചിത്രം കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറയും. അപ്പോൾ ഈ സെല്ലിനെ ഓർമ്മ വേണം. പ്രൈമറി സെല്ലിൽ സർക്യൂട്ടിൽ ആരൊക്കെ ഉണ്ടാവും? ഒരു സെല്ലുണ്ടാകും, ഒരു റിയോസ്റ്റാറ്റ് ഉണ്ടാവും, ഒരു കീ ഉണ്ടാവും. സെല്ലിന്റെ പോസിറ്റീവ് ആണ് എല്ലായ്പ്പോഴും എയുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മ വേണം. അതിനുശേഷം സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ മാറ്റങ്ങൾ വരും. ഇവിടെ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ എന്തിനാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും ഈ സർക്യൂട്ടിൽ. എന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യത്തെ EMF ഓഫ് ദ സെല്ല് മെഷർ ചെയ്യാനാണെങ്കിൽ ഒരൊറ്റ സെല്ല് ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ 2 ഈ സെല്ലുകളുടെ കമ്പാരിസൺ, EMFനെ കമ്പയർ ചെയ്യാൻ നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കാം. അത് നിങ്ങൾ തൊട്ടടുത്ത് കാണും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ അതാണ്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഒരു സെല്ലിന്റെ EMF മെഷർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ 2 സെല്ലുകൾ തന്നിട്ട് ആ 2 സെല്ലിന്റെ EMFനെ കമ്പയർ ചെയ്യാനുള്ളതാണ്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൊക്കെ ഈ പ്രൈമറി സർക്യൂട്ടിൽ ഒരു മാറ്റവും വരില്ല. പൊട്ടൻഷ്യോമീറ്ററിന്റെ എല്ലാ എക്സ്പെരിമെന്റിനും പ്രൈമറി സർക്യൂട്ട് സെയിം ആയിരിക്കും. സെക്കൻഡറി സർക്യൂട്ടിൽ മാത്രമാണ് മാറ്റം വരിക. സെക്കൻഡറി സർക്യൂട്ടിൽ EMF ഓഫ് എ സെല്ല് മെഷർ ചെയ്യുമ്പോൾ ഒരൊറ്റ സെല്ല് മാത്രമേ ഉള്ളൂ. കണ്ടോ, അതാണ്. അപ്പോഴും നോക്കൂ, എയിലേക്ക് ആ പോസിറ്റീവും കണക്ട് ചെയ്തിട്ടുള്ളത്. പ്രൈമറി സെല്ലിലെ പോസിറ്റീവും സെക്കൻഡറി സർക്യൂട്ടിലെ സെല്ലിന്റെ പോസിറ്റീവും എയിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പിന്നെ ഈ ആ സെല്ലിന്റെ നെഗറ്റീവിൽ നിന്ന് ഗാൽവനോമീറ്ററിലേക്ക്, നമ്മൾ മീറ്റർ ബ്രിഡ്ജ് കണ്ട പോലെ തന്നെ ഗാൽവനോമീറ്ററിൽ നിന്ന് ജോക്കിയിലേക്ക്. ഇത്രയുമാണ് സെക്കൻഡറി സർക്യൂട്ട്. ചിത്രം കൃത്യമായി പഠിച്ചിരിക്കണം കേട്ടോ, വരയ്ക്കാൻ ചോദിക്കും. എന്താണ് ഇതിന്റെ പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ കണ്ടു യൂണിഫോം റെസിസ്റ്റൻസ് ഉള്ള വയറാണ്. ആ യൂണിറ്റ് ലെങ്ത്തിൽ, ഒരു നിശ്ചിത യൂണിറ്റ് ലെങ്ത്തിൽ ആ വയറിന്റെ റെസിസ്റ്റൻസ് സ്മോൾ r ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കീ, പ്രൈമറി സർക്യൂട്ടിലുള്ള കീ കണക്ട് ചെയ്യുമ്പോൾ, കീ ക്ലോസ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യോമീറ്ററിലൂടെ കറണ്ട് ഒഴുകാൻ തുടങ്ങും. I ആണ് ഒഴുകുന്ന കറണ്ട് എങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്
ഇങ്ങനെ കാണാം വി ഇസ് ഈക്വൽ ടു ഐ ആർ. നമുക്കറിയാലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത്, അതേ യൂണിറ്റ് ലെങ്ത്തിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടാൻ വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്. അതുകൊണ്ടാണ് ഇക്വേഷൻ വന്നത് ഐ ആർ. അപ്പൊ എൽ ലെങ്ത്തിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഐ എൽ ആർ. ഇനി എന്താണ് നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ജോക്കിയെ എ തൊട്ട് എയിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും ബിയിലേക്ക്, അറ്റത്തേക്ക് 10 വയറിലൂടെയും നമ്മൾ അതിനെ ഇങ്ങനെ മൂവ് ചെയ്യിക്കും. അങ്ങനെ ആ ലെങ്ത് എയിൽ നിന്നുള്ള ലെങ്ത് കൂടി കൂടി വരുന്നതിനനുസരിച്ച് നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മൾ കണക്ട് ചെയ്ത സെല്ലിൽ കറണ്ട് ഒഴുകുന്നുണ്ടല്ലോ, പൊട്ടൻഷ്യൽ ഡിഫറൻസും എന്ത് ചെയ്യും? കൂടി കൂടി വരും. അങ്ങനെ ഒരു പ്രത്യേക പോയിന്റിൽ എത്തുമ്പോൾ ആദ്യത്തെ സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ടാമത്തെ സെല്ല്, സെക്കൻഡറിയിൽ ഒരു സെല്ലുണ്ടല്ലോ, ആ സെല്ലിന്റെ ഇഎംഎഫിന് ഈക്വൽ ആകും. EMF of the cell in secondary is equal to the potential drop between A and J. J എന്ന് പറഞ്ഞാൽ ജോക്കി നിൽക്കുന്ന പൊസിഷൻ ആണ്. ഒരിക്കൽ കൂടി പറയാം. നമ്മൾ പ്രൈമറിയിൽ ഒരു സെല്ലുണ്ട്, സെക്കൻഡറിയിൽ ഒരു സെല്ലുണ്ട്. പ്രൈമറിയിലെ സെല്ലിലെ കീ ഓൺ ചെയ്യുന്നു, സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ കറണ്ട് ഒഴുകാൻ തുടങ്ങുമ്പോൾ നമ്മൾ ജോക്കി എ എന്ന പോയിന്റിൽ നിന്ന് ഇങ്ങനെ നീക്കി തുടങ്ങും. അങ്ങനെ ഒരു പ്രത്യേക പോയിന്റിൽ എ എന്നിട്ട് ബിയിലേക്കാണ് നീക്കുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുമ്പോൾ അത് തന്നിട്ടുള്ള ഏതോ ആ വയറിലുള്ള ഏതോ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കും. മീറ്റർ ബ്രിഡ്ജ് പോലെ തന്നെ 0 ഡിഫ്ലക്ഷൻ കാണിക്കും. ആ പോയിന്റ് ആണ് ജെ എന്ന് പറയുന്നത്. അപ്പൊ ആ ദൂരമാണ് എ ജെ എന്ന് പറയുന്ന ദൂരം. ആ എ ജെ എന്ന് പറയുന്ന ദൂരത്തിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഏത് സെല്ലിന്റെ? സർക്യൂട്ടിലെ പ്രൈമറി സർക്യൂട്ടിലെ സെല്ലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ പ്രൈമറി സെല്ലിലെ സർക്യൂട്ടിന്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെക്കൻഡറി സെല്ലിലെ ഇഎംഎഫിന് ഈക്വൽ ആകുമ്പോഴാണ് ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. EMF of the cell in secondary is equal to potential drop between A and J. അപ്പൊ EMF ആയതുകൊണ്ടാണ് ഇ എന്ന് എഴുതിയത്. ഇ ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞല്ലോ ആ ലെങ്ത്, യൂണിറ്റ് ലെങ്ത്തിലുള്ള റെസിസ്റ്റൻസ് ആർ ആണ്. യൂണിറ്റ് ലെങ്ത്തിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഐ ആർ ആണ്. എൽ ലെങ്ത് എ ജെ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എൽ ലെങ്ത്തിലൂടെ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്പൊ എത്രയായിരിക്കും? ഐ ആർ എൽ ആയിരിക്കും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് ആണ്. EMF ഓഫ് സെൽ ഇൻ സെക്കൻഡറി, പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. EMF ഓഫ് പ്രൈമറി സർക്യൂട്ടും ഉണ്ട്, സെക്കൻഡറി സർക്യൂട്ടും ഉണ്ട് എന്ന് എഴുതണം. പ്രൈമറി സർക്യൂട്ടിൽ ബാറ്ററി ഉണ്ട്, സെക്കൻഡറി സർക്യൂട്ടിൽ ബാറ്ററി ഉണ്ട്. ഒരു പ്രത്യേക പോയിന്റിൽ EMF ഓഫ് ദി സെൽ ഇൻ സെക്കൻഡറി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ജെ. ഇ ഈസ് ഈക്വൽ ടു IRL അല്ലെങ്കിൽ എപ്സിലോൺ ഈസ് ഈക്വൽ ടു IRL. IR എന്നുള്ളതിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, IR പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണല്ലോ, അതാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പൊ IR നമ്മൾ ഫൈ എന്ന ലെറ്റർ കൊണ്ട് കാണിക്കും. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ടൈം ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ റേറ്റ് എന്ന് പറയും. ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ഗ്രേഡിയന്റ്. ഓർമ്മല്ലേ വിസ്കോസിറ്റി ഗ്രേഡിയന്റ് ഒക്കെ നമ്മൾ പഠിച്ചത്. അപ്പൊ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് വിളിക്കും. ഫൈ എന്ന ടേമിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്നും വിളിക്കും. For secondary EMF, secondary cell in the EMF, E is proportional to, E is equal to IRL or E is equal to phi L or phi ഒരു constant ആണ്. So E is proportional to L. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഈ ഒരു സെന്റൻസ് മസ്റ്റ് ആയിട്ട് എഴുതണം. ഇത് വന്നതാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് എങ്കിൽ ഈ ഒരു സെന്റൻസ് പൊട്ടൻഷ്യോമീറ്റർ, വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് വെച്ചാൽ EMF ഓഫ് ദി സെൽ ഇൻ സെക്കൻഡറി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ബാലൻസിങ് ലെങ്ത്. E ഈസ് പ്രൊപ്പോർഷണൽ ടു L. ഈ സെന്റൻസ് ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇനി നമ്മൾ ഇനി ആപ്ലിക്കേഷൻസിലേക്ക് പോവുകയാണ്. ഈ ചിത്രങ്ങളൊക്കെ ചോദിക്കും, ഇതിന്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ചിത്രം വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. കണ്ടാലൊക്കെ പേടിയാവുന്നെങ്കിലും ചിത്രം വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഒന്നാമത്തത് നമ്മൾ പറയാം EMF, ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടു, EMF മെഷർ ചെയ്യാനുള്ള പൊട്ടൻഷ്യോമീറ്ററിന് EMF, ഒരു സെല്ലിന്റെ EMF മെഷർ ചെയ്യാനാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താണ്? രണ്ട് സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യുക. ഇവിടെ നോക്കിക്കോളൂ, ഒന്നാമത്തെ സർക്യൂട്ട് സെയിം സർക്യൂട്ടാ, പ്രൈമറി സർക്യൂട്ട് കണ്ടോ, A.
എയിൽ നിന്ന് തുടങ്ങിയതാ കുറച്ച് വരകൾ ഇട്ടുണ്ട്, സിയിൽ വന്ന് അവസാനിച്ചു. ഇവിടെ ബി എന്ന് എഴുതാതിരിക്കാൻ കാരണം ബാറ്ററീനെ ബി കൊണ്ട് കാണിച്ചുകൊണ്ടാണ്. ബി എന്ന് എഴുതിയാലും മതി നിങ്ങൾ. ഇതാണ് നമ്മളെ പ്രൈമറി സർക്യൂട്ട്. കണ്ടോ, എയിൽ നിന്ന് ഒരു സെല്ലിന്റെ പോസിറ്റീവിലേക്ക്, നെഗറ്റീവിൽ നിന്ന് റിയോസ്റ്റാറ്റിലേക്ക്, റിയോസ്റ്റാറ്റിൽ നിന്ന് കീയിലേക്ക്, കീനെ അടുത്ത എൻഡിൽ കൊണ്ടേ അവസാനിപ്പിച്ചു. ഇതാണ് പ്രൈമറി സർക്യൂട്ട്. അതിന് ഒരു മാറ്റവും ഇല്ല. സെക്കൻഡറി സർക്യൂട്ട് നേരത്തെ ഒരു സെല്ല് ഉണ്ടായിരുന്നിടത്ത് ഇപ്പൊ എന്തുണ്ട്, 2 സെല്ലിനെ മാർക്ക് ചെയ്യണം. വീണ്ടും ഓർക്കണം, എല്ലാ സെല്ലിന്റെയും പോസിറ്റീവ് ആണ് എയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇതൊരു പ്രാവശ്യം ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. എയിൽ ഉണ്ടാവുക 3 സെല്ലിന്റെയും, പ്രൈമറി സെല്ലിന്റെ പോസിറ്റീവ്, സെക്കൻഡറിയിൽ എത്ര സെല്ലുകൾ ഉണ്ടോ അതിന്റെ ഒക്കെ പോസിറ്റീവ് ആണ് എയിൽ ഉണ്ടാവുക. പിന്നെ അവിടെ ഒരു 2 വേ കീ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം, നമ്മൾ സാധാരണ സെല്ല് കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ, ഗാൽവനോമീറ്റർ കഴിഞ്ഞാൽ ജോക്കിയാണ്. അപ്പൊ ഇവിടെ കമ്പാരിസൺ ഓഫ് EMF നടത്തുമ്പോൾ നമുക്ക് ഈ 2 സെല്ലുകളെയും മാറ്റി മാറ്റി സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ സെല്ലിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ, കീ എടുത്ത് 1, 3 എന്ന പൊസിഷന്റെ നടുവിൽ, ഇതാ ഇപ്പൊ ഞാൻ വെച്ചിട്ടുള്ള നടുവിൽ കീ ഇടും. അടുത്ത 3, 2 എന്ന് പറഞ്ഞ പോയിന്റ് വേക്കന്റ് ആക്കി കിടക്കും. അപ്പൊ 1, 3ന്റെ ഇടയിൽ കീ ഇട്ടാൽ ഏത് സെല്ലാണ് സർക്യൂട്ടിൽ ഉണ്ടാവുക, E1 എന്ന സെല്ല് സർക്യൂട്ടിൽ ഉണ്ടാകും. ഇനി അടുത്ത എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഉണ്ടായിരുന്ന കീ എടുത്ത് 2യുടെയും 3യുടെയും ഇടയിലേക്ക് വെക്കും. അപ്പൊ 1, 3 എന്ന് പറയുന്ന പോയിന്റ് വേക്കന്റ് ആകും. അപ്പൊ ഏത് സെല്ലാണ് സർക്യൂട്ടിൽ ഉണ്ടാവുക, E2 എന്ന് പറയുന്ന സെല്ല് സർക്യൂട്ടിൽ ഉണ്ടാകും. അത്രേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. കാണുമ്പോൾ ചിത്രം കാണുമ്പോൾ പേടിയൊക്കെ ആവുമെങ്കിലും ഇത്രയേ ഉള്ളൂ. അപ്പൊ ആദ്യം കണ്ടോ, 2 പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ്, E1 എന്നുള്ള സെല്ല് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഉള്ള ബാലൻസിങ് ലെങ്ത് ആണ് N1 എന്ന് പറഞ്ഞു കാണിച്ചിട്ടുള്ളത്. E2 എന്ന സെല്ല് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഉള്ള ബാലൻസിങ് ലെങ്ത് ആണ് N2 എന്ന് പറഞ്ഞു കാണിച്ചിട്ടുള്ളത്. ഇത് ഒരുമിച്ചല്ല ഉണ്ടാവുക. E1 ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ N1 ആണ് ഉണ്ടാവുക, E2 ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ N2 ആണ് ഉണ്ടാവുക എന്നാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ചിത്രം വരയ്ക്കാൻ പഠിക്കണം. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ, ആ പാരഗ്രാഫ്, ആ ചിത്രത്തിന്റെ വിശദീകരണമാണ്. ഇനി നമ്മൾ ലൂപ്പ് റൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബാലൻസിങ് കണ്ടീഷനിൽ ഞാൻ പറഞ്ഞല്ലോ, ബാലൻസിങ് ലെങ്ത് എത്തി എന്ന് എങ്ങനെയാ മനസ്സിലാക്കാം, മീറ്റർ ബ്രിഡ്ജ് പോലെ തന്നെ നമ്മൾ എയിൽ നിന്ന് ജോക്കി ഇങ്ങനെ നീക്കി 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 കൊണ്ടുവരും. ഏതോ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഗാൽവനോമീറ്റർ വിൽ ഷോ 0 ഡിഫ്ലക്ഷൻ. അതാണ് ബാലൻസിങ് ലെങ്ത്. അതാണ് ഈ പോയിന്റ് കണ്ടോ, N1. AN1 ആണ് ആദ്യത്തെ ബാലൻസിങ് ലെങ്ത്, L1 എന്ന് പറയുന്നത്. AN2 ആണ് രണ്ടാമത്തെ സെല്ല് ഇടുമ്പോഴുള്ള ബാലൻസിങ് ലെങ്ത്, L2 എന്ന് പറയുന്നത്. അപ്പോൾ ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, IG = 0. ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഒഴുകുന്നില്ല എന്നാണ് അർത്ഥം. നമ്മൾ ലൂപ്പ് റൂൾ ഉപയോഗിച്ച് ഇത് എഴുതാൻ പോവാണ്. ഇനിയിപ്പോ ഇവിടെ ഇതിങ്ങനെ പറയുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ, ഇവിടെ ചെറിയൊരു തെറ്റുണ്ട്. അപ്പൊ ഇത് പറയുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് മാത്രം എഴുതിയാൽ മതി. E1 പ്രൊപ്പോർഷണൽ ടു L1 എന്ന് മാത്രം എഴുതിയാൽ മതി. ആദ്യത്തെ സെല്ല് ഇടുമ്പോൾ E1 പ്രൊപ്പോർഷണൽ ടു L1, രണ്ടാമത്തെ സെല്ല് ഇടുമ്പോൾ E2 പ്രൊപ്പോർഷണൽ ടു L2. ഇത്രയേ ഉള്ളൂ. നീ ലൂപ്പ് റൂളൊന്നും എഴുതി തെറ്റിക്കണ്ട. ഇതെങ്ങനെയാ വരുന്നതെന്ന് പറയാം. ഇവിടെ ഒരു ചെറിയ തെറ്റുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ആദ്യത്തെ ലൂപ്പ് കൺസിഡർ ചെയ്യാം. നമ്മൾ ആദ്യം കീ ഫസ്റ്റ് സെല്ലിന് ഇൻക്ലൂഡ് ചെയ്യണം, E1 ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ആദ്യം കീ ഇവിടെ ഉണ്ടാവുക 1ന്റെയും 3യുടെയും ഇടയിൽ. അപ്പൊ ആദ്യത്തെ ലൂപ്പ് എങ്ങനെയായിരിക്കും, A1 3 G N1 A. ഇതാണ് ആദ്യത്തെ ലൂപ്പ്. ഇനി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ A1 3 G N1 A. അപ്പോൾ അവിടെ നമ്മൾ ലൂപ്പ് റൂൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലെ, A തൊട്ട് N1 വരെ. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണല്ലോ പോകുന്നത്. ഇതിൽ നേരെ തിരിച്ചാണ് എഴുതിയിട്ടുള്ളത്. AN1 ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിയിട്ടുള്ളത് AN1 G3 A എന്ന് മാത്രമല്ല, ഇതിൽ എഴുതിയതിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ ഇതുവരെ പഠിച്ചതുപോലെ ഒരു ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് എങ്ങനെയാണോ എഴുതാൻ അറിയുന്നത് അതുപോലെ എഴുതുക. അപ്പൊ ആദ്യം ഇവിടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. അപ്പൊ +E1 എന്ന് വരും. പിന്നെ -IGG എന്ന് വരും. -5L1 എന്ന് വരും. ഇനി ഇതുപോലെ നോക്കി നോക്കൂ. AN1 ഇങ്ങനെയാണ് നോക്കുന്നതായിരിക്കും. AN1 G31 A എന്നാണെങ്കിൽ AN1 ആദ്യം -5L1 വരും. ആന്റി ക്ലോക്ക് വൈസ് അല്ലേ. -IGG +E1 = 0 എന്നാണ് വരിക. IG ബാലൻസിങ് കണ്ടീഷനിൽ 0 ആണ്. അപ്പൊ ആ ടേം പോയി. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും, E1 = 5L1.
ഓർ E1 പ്രൊപ്പോർഷണൽ ടു L1. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എഴുതി ഇതൊക്കെ ഒന്നും കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഇതൊന്നും എഴുതണ്ട. ആ ലൂപ്പിന്റെ പേര് എഴുതുക A13GN1A by using loop rule from the loop A13GN1A. എന്താ നമുക്ക് കിട്ടുക? A13ൽ കീ ഇടുമ്പോൾ E1 സെല്ലാണ് ഉണ്ടാവുക. അപ്പൊ E1 പ്രൊപ്പോർഷണൽ ടു L1 എന്ന് കിട്ടും. രണ്ടാമത്തെ അവിടുന്ന് ആ കീ എടുത്ത് രണ്ടാമത്തേൽ ഇടുമ്പോൾ രണ്ടാമത്തെ സെല്ലാണ് സർക്യൂട്ടിൽ ഉണ്ടാവുക. അപ്പൊ ലൂപ്പ് ഏതായിരിക്കും? A23GN2A. നേരത്തെ പോലെ തന്നെ എഴുതുക. അപ്പൊ എന്താ കിട്ടുക? E2 ഈക്വൽ ടു 5L2 എന്ന് കിട്ടും. ഓർ E2 പ്രൊപ്പോർഷണൽ ടു L2. നിങ്ങൾ ഈ സെന്റൻസ് എഴുതാണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. വെറുതെ കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ. ലൂപ്പിന്റെ പേര് എഴുതുക. ബേസിക് ആയിട്ട് പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താ? ബാലൻസിങ് ലെങ്ത്തിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണല്ലോ. അപ്പൊ E1 പ്രൊപ്പോർഷണൽ ടു L1, E1 സെല്ല് വരുമ്പോ E2 സെല്ല് വരുമ്പോഴോ E2 പ്രൊപ്പോർഷണൽ ടു L2. അത് എഴുതിയാൽ മതി. കണ്ടോ? എന്നിട്ട് ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യുക. എന്താ കിട്ടുക? E1 ബൈ E2 ഈക്വൽ ടു L1 ബൈ L2 എന്ന് കിട്ടും. അപ്പൊ ആ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ രണ്ട് സെല്ലുകളിലെ EMFനെ കമ്പയർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാനുള്ള ലാബിൽ ചെയ്യാനുള്ള പ്രാക്ടിക്കലാണ്. നമ്മൾ സാധാരണയായിട്ട് അതിൽ ഒരു E2 ഒരു സ്റ്റാൻഡേർഡ് സെല്ലാണ് എടുക്കുക. നമുക്ക് EMF അറിയുന്ന ഒരു സെല്ലാണ് നമ്മൾ സാധാരണയായിട്ട് എടുക്കുക. അപ്പൊ E2 നമുക്കറിയാം. E1 അറിയാൻ വേണ്ടി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? L1 ബൈ L2 ഇൻറ്റു E2 എന്ന് എഴുതിയാൽ മതി. ഇനി എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യോമീറ്റർ? ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പൊട്ടൻഷ്യോമീറ്റർ ഈസ് ബെറ്റർ ദാൻ വോൾട്ട്മീറ്റർ. വൈ? രണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വോൾട്ട്മീറ്ററിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുമ്പോൾ വോൾട്ട്മീറ്റർ വർക്ക് ചെയ്യാൻ ഒരു ചെറിയ കറണ്ട് ആ വോൾട്ട്മീറ്റർ ഈ ബാറ്ററിയിൽ നിന്ന് തന്നെ വലിച്ചെടുക്കും. എന്നാൽ പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യുന്നത് ബാലൻസിങ് ലെങ്ത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പം അതിന് എന്ത് വേണ്ട? കറണ്ട് ഈ സെല്ലിൽ നിന്ന് അത് വലിച്ചെടുക്കില്ല. പ്രൈമറി സർക്യൂട്ട് സെക്കൻഡറി സർക്യൂട്ട് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. സെക്കൻഡറി സർക്യൂട്ടിലാണ് നമ്മൾ EMFനെ മെഷർ ചെയ്യാനുള്ളതിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യോമീറ്റർ നൾ കറണ്ട് മെത്തേഡിലാണ് വർക്ക് ചെയ്യുക എന്നാണ് പറയുക. അതുകൊണ്ട് പൊട്ടൻഷ്യോമീറ്റർ ആണ് വോൾട്ട്മീറ്ററിനേക്കാൾ ബെറ്റർ ആയി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ് കേട്ടോ. 2 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്താണ്? ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. നമുക്കറിയാം ഒരു സെല്ലിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇലക്ട്രോലൈറ്റ് പിന്നെ അതിന്റെ ഉള്ളിലൂടെയുള്ള ഒഴുക്കിനെ തടയും. അതിനാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുക എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ നോക്കിക്കോളൂ, ചിത്രം സെയിം ആണ്. കണ്ടോ? പ്രൈമറി സർക്യൂട്ട് എന്തുതന്നെയാണ്? ഇതാ എയിൽ നിന്ന് കണ്ടോ സെല്ലിന്റെ നെഗറ്റീവിൽ നിന്ന് റിയോസ്റ്റാറ്റിൽ നിന്ന് കീയിൽ നിന്ന് സിയിലേക്ക്. പ്രൈമറി സർക്യൂട്ട് ഈസ് ദി വെരി സെയിം. സെക്കൻഡറി സർക്യൂട്ടിൽ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ പോസിറ്റീവ് സെല്ലിന്റെ ഏത് സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ സെല്ലിന്റെ പോസിറ്റീവിനെ നമ്മൾ എയിലേക്ക് കണക്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സെല്ലിന്റെ നെഗറ്റീവിൽ നിന്ന് ഗാൽവനോമീറ്ററിൽ നിന്ന് ജോക്കി. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇനി ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ആ സെല്ലിന് അക്രോസ് ആയിട്ട് നമ്മളൊരു റെസിസ്റ്റൻസ് ബോക്സും ഒരു കീയും കണക്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. ചിത്രം കാണുമ്പോൾ ഉള്ള പേടിയൊന്നും വേണ്ട. പ്രൈമറി സർക്യൂട്ട് സെയിം ആണ്. സെക്കൻഡറി സർക്യൂട്ടിലെ സെല്ല്, ഗാൽവനോമീറ്റർ, ജോക്കി നമുക്കറിയാം. ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണെങ്കിൽ സെല്ലിന് അക്രോസ് ആയിട്ട് ഒരു കീയും ഒരു റെസിസ്റ്റൻസ് ബോക്സും കൂടി നമ്മൾ കണക്ട് ചെയ്യും. അപ്പൊ അവിടെ 2 കീ ഉണ്ടാവും. പ്രൈമറി സർക്യൂട്ടിലുള്ള കീ K1ഉം സെക്കൻഡറി സർക്യൂട്ടിലുള്ള കീ K2. നമ്മൾ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാല് K2 കീ ഇടില്ല. അത് K2 ഓപ്പൺ ആണ്. K1നെ നമ്മൾ കീ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ പ്രൈമറി സർക്യൂട്ട് വന്നു കഴിഞ്ഞു. പ്രൈമറി സർക്യൂട്ട് ഉള്ളത് കൊണ്ട് തന്നെ പൊട്ടൻഷ്യോമീറ്ററിലൂടെ കറണ്ട് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബാലൻസിങ് ലെങ്ത് കാണും. പൊട്ടൻഷ്യോമീറ്ററിൽ കറണ്ട് ഒഴുകുന്നു, നമ്മൾ ബാലൻസിങ് ലെങ്ത് കാണും. അതിനാണ് ഈ N1 എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഉള്ളത് പ്രൈമറി സർക്യൂട്ടിലെ സെല്ല് മാത്രമാണ്. അതുകൊണ്ട് സെല്ലിന്റെ EMF എവിടെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒന്നുമില്ല. EMF എപ്സിലോൺ അതുകൊണ്ടാണ് എഴുതിയത്. എപ്സിലോൺ ഇസ് ഈക്വൽ ടു 5L1 എന്ന് എഴുതി. ഓർ എപ്സിലോൺ ഇസ് പ്രൊപ്പോർഷണൽ ടു L1. ഇക്വേഷൻ 1. ഇനി എന്ത് ചെയ്യും? അത് കഴിഞ്ഞാൽ K1 അങ്ങനത്തെ കീ ഇട്ടിട്ടുണ്ട്, അവിടെ തന്നെ വെക്കുക. K2വിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് ഒരു റെസിസ്റ്റൻസ് ബോക്സ് അപ്പം എന്തായി? ഇഫക്റ്റിൽ വന്നു.
റെസിസ്റ്റൻസ് ഇതുവരെ K2 റെസിസ്റ്റൻസ് ബോക്സ് ഒന്നും സർക്യൂട്ടിൽ ഉണ്ടായിരുന്നില്ല. ഈ കീ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ബോക്സും കൂടി എന്താവും ഈ സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവും. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബോക്സിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി EMF എന്നല്ല പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളത് കൊണ്ട് V എന്നാണ് നമ്മൾ എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ടാമത്തെ കീ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാലൻസിങ് ലെങ്ത് മെഷർ ചെയ്യും. അപ്പോൾ നമുക്ക് N2 എന്നുള്ളത് കിട്ടി. അതായത് L2 A തൊട്ട് N2 വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ L2 എന്ന് എഴുതുക. അപ്പോൾ V is equal to 5L2 or V is proportional to L2 എന്നുള്ള രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ 1 by ഇക്വേഷൻ 2 E by V is equal to L1 by L2. നമുക്കറിയാം V ഈക്വൽ ടു ഓംസ് ലോ ഉപയോഗിക്കുക, V is equal to IR നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പക്ഷേ EMFന്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടി കാൽക്കുലേറ്റ് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്ന്. അപ്പോൾ EMF is equal to IR എന്ന് എഴുതിയാൽ പോരാ, ടോട്ടൽ റെസിസ്റ്റൻസ് എഴുതണം, വേണ്ടേ, I into R plus R എന്ന് എഴുതണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I into R plus R by IR is equal to L1 by L2. കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യും. R plus R by R is equal to L1 by L2. സ്മോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ഉദ്ദേശം. ബാക്കി മാത്തമാറ്റിക്കൽ ആണ്. നോക്കാം എങ്ങനെയാണ് ചെയ്യാം. R by R plus R by R is equal to L1 by L2. 1 plus R by R is equal to L1 by L2. Or R by R is equal to L1 by L2 minus 1. Or small r is equal to capital R into L1 by L2 minus 1. R is equal to small r is equal to capital R into L1 minus L2 by L2. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. R is equal to R into L1 by L2 minus 1 എന്നോ അല്ലെങ്കിൽ R is equal to capital R into L1 minus L2 by L2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ, ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇനി ഇത് അതിന്റെ അറേഞ്ച്മെന്റ് ആണ്. നമ്മൾ ഇത്രയും നേരം ഡയഗ്രാം വരച്ച് ചെയ്തതിന്റെ പ്രൈമറി സർക്യൂട്ട് കണ്ടോ. എയിൽ നിന്ന് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക്, ബാറ്ററിയിൽ നിന്ന് റിയോസ്റ്റാറ്റിലേക്ക്, റിയോസ്റ്റാറ്റിൽ നിന്ന് അവിടെ ഒരു കീ ഉണ്ട്, കീയിൽ നിന്ന് ബിയിലേക്ക്. ഇനി സെല്ലിന്റെ പോസിറ്റീവിനെ കണ്ടോ, ലെക്ലാഞ്ചെ സെൽ, ഡാനിയൽ സെൽ. ഇതാണ് നമ്മൾ രണ്ട് സെല്ലുകൾ ഉപയോഗിക്കുക. കമ്പയർ ദ EMF ഓഫ് 2 സെൽസ് എന്നുള്ളതിലെ രണ്ട് സെല്ലുകളാണ്. ഇതൊക്കെ നിങ്ങൾ കെമിസ്ട്രി കേട്ടിട്ടുണ്ടാവും, ലെക്ലാഞ്ചെ സെല്ലും ഡാനിയൽ സെല്ലും ഒക്കെ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, രണ്ടിന്റെയും പോസിറ്റീവിനെ വേണം ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാൻ. ഇതിന്റെ പോസിറ്റീവ് ടെർമിനൽ, ഇതിന്റെ പോസിറ്റീവ് ടെർമിനൽ. നെഗറ്റീവിനെ കണ്ടോ 2 വേ കീയിലേക്കാണ്. കണ്ടോ, കീയിൽ ഒരു കീയേ ഉണ്ടാവുള്ളൂ, മറ്റേ പോയിന്റ് എന്താണ് വേക്കന്റ് ആയിട്ട് കിടക്കും. ഇതിലിപ്പോ ഈ ചിത്രത്തിലാണെങ്കിൽ ഡാനിയൽ സെല്ലാണ് സർക്യൂട്ടിലുള്ളത്. ഇനി ഈ കീ എടുത്തിട്ട് ഇവിടെ ഇടുമ്പോൾ ഇവിടെ വേക്കന്റ് ആവും. ഏത് സെല്ലുണ്ടാവും, ലെക്ലാഞ്ചെ സെല്ല് സർക്യൂട്ടിലുണ്ടാവും. പിന്നെ ഗാൽവനോമീറ്റർ, ജോക്കി, ബാലൻസിങ് ലെങ്ത് കാണുക. നിങ്ങളെ ആ നോട്ടിലുള്ളതിൽ കമ്പയർ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ എക്സ്പെരിമെന്റ് വിശദമായി ചെയ്യുന്നത് കാണാം. വിക്ടേഴ്സിന്റെ ക്ലാസ്സിൽ അനൂപ് മാഷ് ഈ എക്സ്പെരിമെന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ലിന് വീണ്ടും ഇതേപോലെ തന്നെ പ്രൈമറി സർക്യൂട്ട് കണ്ടോ. എയിൽ നിന്ന് സെല്ലിന്റെ ബാറ്ററി പോസിറ്റീവിലേക്ക്, നെഗറ്റീവിൽ നിന്ന് റിയോസ്റ്റാറ്റിലേക്ക്, റിയോസ്റ്റാറ്റിൽ നിന്ന് കീയിലേക്ക്, ഇവിടേക്ക്. അതാണ് പ്രൈമറി സെല്ല്. പിന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് കാണാനുള്ള സെല്ല് കണ്ടോ, അതിന്റെയും പോസിറ്റീവ് അതേ പോയിന്റിലേക്ക്. പിന്നെ അവിടെ നിന്ന് ഗാൽവനോമീറ്ററിലേക്ക്, ഗാൽവനോമീറ്ററിൽ നിന്ന് ജോക്കിയിലേക്ക്. നമ്മൾ ഈ സെല്ലിനെ ക്രോസ് ആയിട്ട് എന്ത് കണക്ട് ചെയ്യും, ഒരു കീയും ഒരു റെസിസ്റ്റൻസ് ബോക്സും കണക്ട് ചെയ്യും. അതും കീ ഇവിടേക്ക് തന്നെ എയിലേക്ക് തന്നെ കണക്ട് ചെയ്യുക. അടുത്ത പോയിന്റ് റെസിസ്റ്റൻസ് ബോക്സിലേക്ക് കണക്ട് ചെയ്യുക. റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് വീണ്ടും ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യുക. ഇതാണ് സർക്യൂട്ട്. എക്സ്പെരിമെന്റ് കാണാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ അസൈൻമെന്റ് നിങ്ങളുടെ NCERT-യിലെ സോൾഡ് ഔട്ട് പ്രോബ്ലം ആണ്. ഇത് കുറച്ച് ലെവൽ കൂടിയ പ്രോബ്ലം ആണ്. അത്യാവശ്യം വളരെ വേണം എന്നുള്ളൊരു ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. സോൾഡ് ഔട്ട് ആയിട്ട് വളരെ കൃത്യമായ സ്റ്റെപ്സ് ഒക്കെ NCERT-യിലുണ്ട്. ഒരു ക്ലൂ മാത്രം പറയാം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എക്സ്പ്രഷൻ ഫോർ വോൾട്ടേജ് അക്രോസ് R, ഇതിലൂടെയുള്ള വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ഇത് മാത്രം പറയാം. ഇവിടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ് ആ ജോക്കി ഉള്ളത്. അപ്പൊ R0/2, R0 പകുതിയാണ് ഉണ്ടാവുക. R0/2ഉം ഈ R-ഉം പാരലലാണ്. അപ്പൊ ഇവിടത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എടുക്കണം. പാരലൽ ആവുമ്പോൾ എങ്ങനെ എടുക്കാം, 1/R EQ is equal to 1/R plus 1/R0/2. അതാണ് ഇക്വാലന്റ് റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ. പിന്നെ കറണ്ട് കണ്ടുപിടിക്കുക, വോൾട്ടേജ് കണ്ടുപിടിക്കുക. ഇത് വളരെ കൃത്യമായിട്ട് സോൾവ് ഔട്ട് ചെയ്തിട്ട് NCERT-ന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കിയാൽ
കാണാം. കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ ഒരു പ്രോബ്ലം ആണിത്. വളരെ അത്യാവശ്യമുള്ളവർ ഒന്ന് നോക്കിക്കോളൂ. ഇത് മാത്രമേ ഉള്ളൂ അതിൽ. ഈ ആറും R0യും ഇതിൻ്റെ R0/2ഉം ആറും പാരലലാണ്. അപ്പോൾ അതിൻ്റെ നെറ്റ് റെസിസ്റ്റൻസ് ഇൻ കണക്റ്റഡ് ഇൻ പാരലൽ അതെടുത്തിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. അപ്പം എത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 4th ചാപ്റ്റർ മാഗ്നറ്റിസം ആരംഭിക്കും. താങ്ക് യു.